ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായ ഷെയ്ഖ് ഇബ്നു ഖൽദൂനിൻ്റെ രാഷ്ട്രീയ ചിന്തകളെക്കുറിച്ചിട്ടുള്ള സംഭാഷണമാണ് നടത്തുന്നത്. 1332 തുനീഷ്യയിൽ ജനിക്കുകയും 1406 കെയ്റോയിൽ ഈജിപ്തിൽ മരണമടയുകയും ചെയ്ത മഹാപണ്ഡിതനാണ് ഷെയ്ഖ് ഇബ്നു ഖൽദൂൻ. അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് ഇബ്നു ഖൽദൂൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ആധുനിക യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെയും ഇസ്ലാമിക ലോകത്ത് തന്നെ വൈജ്ഞാനിക വിസ്ഫോടനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിലും ഒരാളാണ് ഷെയ്ഖ് ഇബ്നു ഖൽദൂൻ. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ യൂറോപ്യൻ പണ്ഡിതന്മാർ പോലും പരിഗണിക്കുകയും എണ്ണുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. യൂറോപ്പിൻ്റെ നവോത്ഥാനവും അവിടെ ഉണ്ടായിരുന്ന വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെയും പിതാവെന്ന് പോലും പല യൂറോപ്യൻ പണ്ഡിതന്മാരും ഇദ്ദേഹത്തെ ഷെയ്ഖ് ഇബ്നു ഖൽദൂനിനെ എണ്ണുന്നതായി പരിഗണിക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലെ ഒട്ടുമിക്ക മേഖലകളിലും തൻ്റേതായ സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതനാണ് ഇദ്ദേഹം. എന്നാൽ ഇന്ന് ലോകത്ത് അദ്ദേഹത്തെ കൂടുതൽ അറിയുന്നത്, അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ കൂടുതൽ പരിഗണിക്കുന്നത് ഹിസ്റ്റോറിയൻ എന്ന നിലയിലും അതുപോലെ തന്നെ സോഷ്യൽ സയൻസുകളിലെ വിവിധ വൈജ്ഞാനിക മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾ എന്ന നിലയിലുമാണ്. സോഷ്യോളജി, ആന്ത്രോപോളജി, പൊളിറ്റിക്കൽ സയൻസ് അടക്കമുള്ള വിവിധ മേഖലകളിൽ യൂറോപ്യൻ പണ്ഡിതന്മാർക്ക് തന്നെ ഒരു മാർഗദർശിയായി മാറുവാൻ ഇബ്നു ഖൽദൂനിൻ്റെ ചിന്തകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കിതാബുൽ ഇബർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ് മുഖദ്ദിമ എന്ന് വിളിക്കപ്പെടുന്നത്. പക്ഷേ 7 വാള്യമുള്ള ആ രചനകളെക്കാളും കൂടുതൽ ഈ മുഖദ്ദിമയ്ക്ക്, ആ കിതാബിൻ്റെ ഇൻട്രൊഡക്ഷന് കൂടുതൽ പോപ്പുലാരിറ്റി ലഭിച്ചു എന്നത് തന്നെ ആ ഇൻട്രൊഡക്ഷനുള്ളിലുള്ള അകക്കാമ്പ് അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ തെളിവാണ്. അസബിയ പോലെ സൈക്കിൾ തിയറി പോലുള്ള വിവിധ തിയറികൾ അദ്ദേഹം മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. സാധാരണ ഇദ്ദേഹത്തിൻ്റെ ചിന്തകളെ കുറിച്ച് പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ആദ്യം എടുത്ത് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഒരു തരത്തിലുള്ള സെക്കുലർ രാഷ്ട്രീയ ചിന്തയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്ന് ചില ഓറിയൻ്റലിസ്റ്റ് പണ്ഡിതന്മാർ സംസാരിക്കാറുണ്ട്, അവർ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലെ വൈവിധ്യത്തെ പരിഗണിക്കുകയും അതിൽ നിന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തുകൊണ്ടാവാം ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് അവരെത്തിയതെന്നാണ് ഈ പറയുന്ന ഓറിയൻ്റലിസ്റ്റ് കാഴ്ചപ്പാടിനെ വിമർശിക്കുന്ന പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ചിന്തകളിലെ ഖിലാഫത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ, ഈ ഖുലാഫാഉ റാഷിദയുടെ ചരിത്രത്തെ വിശദീകരിക്കുന്ന ഭാഗം, മനുഷ്യനും പടച്ചവനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്നത്, ഇത് സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത, ഒരു വിശ്വസ്തനും അതുപോലെ തന്നെ നീതിമാനുമായ ഒരു ഭരണകർത്താവിൻ്റെ ഒരു അനിവാര്യത തുടങ്ങി അള്ളാഹുവിനെ വിശ്വസിക്കുന്ന നീതിമാനായ ഒരു ഭരണാധികാരിയുടെ ആവശ്യകത തുടങ്ങിയ വിവിധ ചിന്തകളെ അവഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഇടപെടുന്ന ചിന്തകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരു മതേതരത്വ സെക്കുലർ ചിന്തയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ശരിയല്ല എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തന്നെ പ്രധാനമായും അദ്ദേഹം ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ഖിലാഫത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. ഖുർആൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീതി പ്രദാനം ചെയ്യാൻ കഴിഞ്ഞ നീതിമാനായ ഭരണകർത്താവ്, ഭരണാധികാരി എന്ന നിലയിൽ, നിയമനിർമ്മാതാവ് എന്ന നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇദ്ദേഹം
അദ്ദേഹത്തിൻ്റെ രചനകളിൽ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിന് ഒരു നീതിജനകമായ നീതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായിട്ട്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അദ്ദേഹം മുഖദ്ദിമയിലും മറ്റുള്ള ഭാഗങ്ങളിലും മുസ്ലിം സൊസൈറ്റിയെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസബിയ എന്ന് പറയുന്ന ഒരു ഫിലോസഫി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അസബിയ എന്നത് സാധാരണ മൻദായില അസബിയ ഫലൈസ മിന്ന, അസബിയയിലേക്ക് വിളിക്കുന്നവൻ, പാർഷ്വാലിറ്റിയിലേക്ക് വിളിക്കുന്നവൻ, വിഭാഗ്യതയിലേക്ക് വിളിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറയുന്ന ഹദീസിൽ നിന്ന് ഇബ്നു ഖൽദൂൻ അദ്ദേഹം നിർദ്ധാരണം ചെയ്യുന്നത് അതിനെ അസബിയ എന്ന് പറയുന്നതിൻ്റെ ഒരു പോസിറ്റീവ് വശത്തെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഗ്രൂപ്പ് സോളിഡാരിറ്റി, ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു വിഭാഗത്തിൻ്റെ ഉള്ളിലുള്ള അവരുടെ ഏകതയെക്കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളിലുമുള്ള ഏകതയെ ഊന്നിക്കൊണ്ടുള്ള ചിന്തയാണ് അദ്ദേഹം അസബിയ എന്ന് പറയുന്ന ചിന്തയിൽ മുന്നോട്ട് വെക്കുന്നത്. അതിൽ സാമൂഹികമായ, രാഷ്ട്രീയപരമായ, ആശയപരമായ, മതപരമായ എല്ലാ തരത്തിലുമുള്ള ഒരു ഏകത ആ ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും കൂടുതൽ ഉപകാരപ്പെടുകയും അത് കൂടുതൽ കാലം നിലനിൽക്കുവാനും നല്ല ശക്തിയോടുകൂടി നീതി പുലർത്താനും പറ്റുന്ന ഒരു സമൂഹത്തിൻ്റെ രൂപകൽപ്പനയ്ക്ക് അത് സഹായകമാവും എന്ന് പറയുന്ന ചിന്തയാണ് അദ്ദേഹം അസബിയ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ കൂടി മുന്നോട്ട് വെക്കുന്നത്. ഇവിടെയും അദ്ദേഹം ഇബ്നു ഖൽദൂൻ ശരിയ എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യത്തെ എടുത്ത് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ഓറിയൻ്റലിസ്റ്റ് പണ്ഡിതന്മാരെല്ലാം ഇബ്നു ഖൽദൂനെ കുറിച്ച് പഠിച്ചപ്പോൾ വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഒരു സെക്കുലർ വ്യൂ പോയിൻ്റാണ് മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്നതിനെ ഓറിയൻ്റലിസ്റ്റ് ഹിസ്റ്റോറിയൻ തന്നെയായ HR ഗിബ്ബ് വിമർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതായത് ഇദ്ദേഹത്തിൻ്റെ ശരീഅത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളും ഇസ്ലാമിനെക്കുറിച്ചിട്ടുള്ള വിവിധ വിശദീകരണങ്ങളും കാണാതെയോ പരിഗണിക്കാതെയോ പോയതിൻ്റെ ഫലമാണ് ഈ പറയുന്നുള്ള വായനകളുണ്ടായതെന്ന് ഗിബ്ബ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇബ്നു ഖൽദൂൻ്റെ ചിന്തയിൽ തന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തന്നെയാണ് ഈ രാഷ്ട്രീയ ചിന്തകൾ രൂപപ്പെടുന്നത്. അദ്ദേഹം ഖലീഫ എന്ന് പറയുന്ന പോയിന്റിനെ കൂടുതൽ പല ഭാഗങ്ങളിലായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഖിലാഫത്ത്, അള്ളാഹുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, പ്രതിനിധി എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് തന്നെയാണ് ഇബ്നു ഖൽദൂൻ രാഷ്ട്രീയ ചിന്തയെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ഒരു ഭാഗത്തു നിന്ന് ഭൂമിയിൽ നിയമത്തിൻ്റെയും നിയമനടത്തിപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും ലോ ഓർഡറിൻ്റെയും മുഴുവനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യനിലേക്കാണ് എന്ന് അദ്ദേഹം ഈ ഖിലാഫത്തിൻ്റെ, ഖലീഫയുടെ കുറിച്ചുള്ള ചർച്ചകളുടെ ഭാഗത്ത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു ഭാഗത്തു നിന്നുകൊണ്ട് തന്നെയാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒരു നല്ല ഐഡിയൽ കമ്മ്യൂണിറ്റിക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഖിലാഫത്ത് എന്ന് അദ്ദേഹം പറയുന്നു. അത് ശരിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമനിർമ്മാണം നടക്കുകയും ഭരണനിർവഹണം നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഏറ്റവും നല്ല മോഡലായി മാറുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായ, ഏറ്റവും പൂർണ്ണമായ ഒരു ഭരണ സംവിധാനം എന്ന നിലയിൽ ഖിലാഫത്തിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഖിലാഫത്ത് എന്ന് പറയുന്നത് പടച്ചവൻ്റെ ഒരു ഡെപ്യൂട്ടിയായിട്ട്, റെപ്രസെൻറ്റേറ്റീവായി ഭരിക്കപ്പെടുന്ന ഒരു ഭരണ ആശയമാണ് ഇതെന്ന് ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടി പല ഭാഗങ്ങളിൽ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യനെന്ന് പറയുന്നത് ഖിലാഫത്തിൻ്റെ ഒരു സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്ന ചില ഭാഗങ്ങളിൽ അദ്ദേഹം പറയുന്നത്, ഭരണകർത്താവ് എത്രത്തോളം ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം നടത്തുകയും വിധിക്കുകയും ആ ശരീഅത്തിൻ്റെ പാതയിൽ ജീവിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഈ ഭരണകർത്താവിൻ്റെ കീഴിലുള്ള ഭരണീയർ അദ്ദേഹത്തെ അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ, ഭരണകർത്താവിനെ എതിർക്കുവാനുള്ള സാഹചര്യം രൂപപ്പെടുന്നു എന്ന് ഇബ്നു ഖൽദൂൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്.
ഇബ്നു ഖൽദൂൻ എന്തുകൊണ്ടാണ് ഈ ഒരു ചിന്താധാര, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ചിന്തകൾക്ക് ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തുടങ്ങുന്ന കാലം മുതൽ, ജനിക്കുന്ന തുനീഷ്യയിൽ മുതൽ അദ്ദേഹം മരിക്കുന്ന കെയ്റോയിൽ വരെയുള്ള ഭാഗങ്ങളിൽ വിവിധ രാജവംശങ്ങളുടെ ചരിത്രത്തിൽ കൂടി അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം ജീവിച്ച ഘട്ടത്തിൽ തന്നെ ഒരുപാട് രാജവംശങ്ങളുടെ കീഴിൽ പല നോബിൾ വർക്കുകളും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഖാദിയായിട്ടും വിവിധ അഡ്മിനിസ്ട്രേഷൻ ഭരണനിർവഹണ പൊസിഷനിലും അദ്ദേഹം ജോലിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു തരത്തിൽ വിവിധ രാജവംശങ്ങൾ തമ്മിലിടയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും അവർക്ക് രാജവംശങ്ങൾ തമ്മിലിടയിലുള്ള പ്രതിസന്ധികളെയും പ്രാദേശിക വിഷയങ്ങളിലുണ്ടാവുന്ന ഈ കോൺഫ്ലിക്റ്റുകളെല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ ഒരാളെന്ന നിലയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ചിന്തകൾ തന്നെ രൂപപ്പെടുന്നത്. ഈ പറയുന്ന പശ്ചാത്തലം മുഴുവനും അദ്ദേഹത്തിൻ്റെ അസബിയ പോലുള്ള സൈക്കിൾ തിയറി പോലുള്ള ചിന്തകൾ രൂപപ്പെടുവാൻ പ്രധാന കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ രചനകളെ, അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പ്രധാനമായും ഈ പറയുന്ന അസബിയ ചിന്ത അല്ലെങ്കിൽ സൈക്കിൾ തിയറി എന്നൊക്കെ പറയുന്ന ചിന്തകളെ പ്രധാനമായും നമുക്ക് മൂന്നായി തരംതിരിക്കാൻ പറ്റും. ആദ്യം അദ്ദേഹം ആ ചിന്തയുടെ ഒരു സൊസൈറ്റിയുടെ എവല്യൂഷൻ എന്ന നിലയിൽ അതെങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആദ്യം ഒരു നൊമാഡിക് സൊസൈറ്റി ആയിട്ട്, അതായത് നാടോടി സമൂഹമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ സിമ്പിൾ ലൈഫായിരിക്കും, വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ്. ആ ഒരു സമയം തന്നെയും ആ ഒരു കാലഘട്ടത്തിൽ അവരിലുണ്ടാവുന്ന, അതായത് സിംപ്ലിസിറ്റിയുള്ള ലാളിത്യമുള്ള ജീവിതഘട്ടത്തിൽ അവരിലിടയിലുള്ള വളരെ ഉയർന്ന ധാർമ്മികതാ ബോധവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യബോധവും ധീരതയും അവർ ഉള്ളത് സംരക്ഷിച്ച് നിലനിർത്താനുള്ള അവരുടെ വൈചാരിക മനോഭാവവും എല്ലാം ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നീട് അതൊരു ട്രൈബൽ സൊസൈറ്റിയായി മാറുന്ന, ഒരു ഗ്രൂപ്പ് ഫീലിംഗായി മാറുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അസബിയ എന്ന് പറയുന്ന ഫിലോസഫി അല്ലെങ്കിൽ ആ ഒരു ചിന്ത വർക്ക് ചെയ്യപ്പെടുന്നത്. ഇത് പിന്നീട് ഒരു ബ്ലഡ് കിങ്ഷിപ്പിൻ്റെ, രക്തബന്ധമുള്ള കുടുംബത്തിൻ്റെ, അതിൽ നിന്നും ഒരു അധികാരം രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും, അതായത് ഈ ഗ്രൂപ്പ് സോൾഡാരിറ്റിയുടെ ഈ ഒരു മാനത്തിൽ എല്ലാവരും ഒരുപോലെ ഭരണനിർവഹണത്തിലോ അല്ലെങ്കിൽ സൊസൈറ്റിയെ നിയന്ത്രിക്കുന്നതിൽ ഒരുപോലെ ഉത്തരവാദിത്തമുള്ളവരായി അനുഭവിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലെ സ്വയം പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ ഗ്രൂപ്പ് സോൾഡാരിറ്റി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുറത്തു നിന്നുള്ള വൈദേശികമായിട്ടുള്ള ഏതു തരത്തിലെ അറ്റാക്കിനെയും എതിർക്കുവാനും അതുപോലെ തന്നെ ആ സോൾഡാരിറ്റിയെ കൂടുതൽ ആ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഏകതയെ കൂടുതൽ പ്രിസർവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഭദ്രമാക്കുവാനുള്ള ശ്രമവും അവർ നടത്തുന്നു എന്നാണ് അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും മുസ്ലിങ്ങളായ ഒരു ജനതയിൽ അവിടെ തൗഹീദും വഹ്ദത്തും, അള്ളാഹുവിൻ്റെ ഏകത്വവും അതിൽ നിന്ന് രൂപപ്പെടുന്ന വിശ്വാസധാരയും അതിൽ നിന്ന് രൂപപ്പെടുന്ന വഹ്ദത്ത്, അവരുടെ ഒരു ഏകതയും പ്രധാന ഭാഗമായി മാറുകയും അത് ഈ ഒരു വഹ്ദത്തും അതുപോലെ തന്നെ തൗഹീദും, ഈ രണ്ട് ചിന്തയും, യൂണിറ്റിയും അള്ളാഹുവിലുള്ള ഏകത്വവും അവർക്കിടയിലുള്ള വിവിധ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഉള്ള പ്രധാന ചാലകശക്തിയായി മാറുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം ഈ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ പ്രധാന ഭാഗങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അതായത് 4 ഖലീഫന്മാരുടെ ജീവിത കാലഘട്ടത്തെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാമിക ലോകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങളെല്ലാം പ്രോഫറ്റിക് പീരീഡിന് മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിന് തുല്യമായ ഒരു പശ്ചാത്തലത്തിലേക്ക് മാറുന്നതായി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. കൂടുതൽ ഫ്യൂഡൽ കോൺഫ്ലിക്റ്റുകളുള്ള, അവർക്കിടയിൽ ഒരുപാട് ഫ്യൂഡലുള്ള, ഒരുപാട് പ്രതിസന്ധികളുള്ള, ആഭ്യന്തര സംഘർഷങ്ങൾ രൂപപ്പെടുന്ന, പരസ്പരം കുടുംബങ്ങൾ തന്നെ പരസ്പരം തല്ലുക, അതുപോലെ തന്നെ പല ഗോത്രങ്ങൾ തന്നെ ഇടയിൽ വൈരങ്ങൾ രൂപപ്പെടുക എന്നതൊക്കെയും ഒരു ജാഹിലി പശ്ചാത്തലത്തിലേക്ക് പോകുന്നതായിട്ട് ആ ഒരു സാഹചര്യത്തെ അദ്ദേഹം ജാഹിലി പശ്ചാത്തലത്തെയും പിന്നീട് 4 ഖലീഫമാർക്ക് ശേഷമുള്ള ആ പശ്ചാത്തലത്തെയും താരതമ്യം ചെയ്യുന്നതായി ഈ ഒരു ഭാഗത്തിൽ അദ്ദേഹം
നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഗ്രൂപ്പ് സോൾഡാറ്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഉണ്ടാവുന്നത് കൂടുതൽ വികാസം ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ഒരു തരം കോൺക്വസ്റ്റുകളുടെ, വിജയയാത്രകളുടെ, ജൈത്രയാത്രകളുടെ തുടക്കമാണ് ഉണ്ടാകുന്നത്. ഒരുപാട് യുദ്ധങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ കൂടി മിലിറ്ററിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സാമൂഹിക രാഷ്ട്രീയ സൊസൈറ്റിയുടെ വികാസത്തിന് വേണ്ടി അവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ നാടോടികൾ അവർ കൂടുതൽ സൈനിക പര്യടനത്തിന് തയ്യാറാവുന്നു എന്നാണ് അദ്ദേഹം രണ്ടാമത്തെ ഭാഗത്ത് വിശദീകരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അവർക്ക് കീഴിലുള്ള ഒരു ട്രൈബൽ സൊസൈറ്റിയുടെ അധികാരവും അതുപോലെ തന്നെ അതിൽ നിന്ന് സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഏകതയും വിശ്വാസപരമായിട്ടുള്ള ഐക്യവും അതുപയോഗിച്ചുകൊണ്ട് കൂടുതൽ സൈനിക പര്യടനത്തിനുള്ള തയ്യാറെടുപ്പും ഇതൊക്കെയും ആ ഒരു സമൂഹത്തിൻ്റെ വികാസത്തിൻ്റെ പ്രധാന കാരണമായി മാറുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കിങ്ഷിപ്പിനെ, ഈ പറയുന്ന ഒരു കുടുംബപരമായിട്ടുള്ള മേധാവിത്വത്തെ അദ്ദേഹം ഒരു വിവിധ തരത്തിലുള്ള വയലൻസിനെയും അതുപോലെ തന്നെ അക്രമങ്ങൾക്കും സപ്രഷനും അതിനെയൊക്കെ എതിരെ സമൂഹത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു അധികാര കേന്ദ്രമായി കിങ്ഷിപ്പിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം നാലാമത്തെ സ്റ്റേറ്റിലേക്ക് പോകുന്നത് സമൂഹത്തിൻ്റെ ഇവല്യൂഷനെ, സാമൂഹിക പരിവർത്തനത്തിൻ്റെ മൂന്നാമത്തെ സ്റ്റേറ്റായി അദ്ദേഹം പറയുന്നത് ഇത് സ്വാഭാവികമായും ഈ പറയുന്ന ഒരു വികാസം അതൊരു നാഗരികതയിലേക്ക് എത്തുകയും ഈ നാഗരികതയിൽ എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ വേണ്ട രീതിയിൽ അള്ളാഹുവും റസൂലും ശരിയാത്തും ഉദ്ദേശിച്ച തരത്തിലുള്ള ക്വാളിറ്റിയിലുള്ള ഭരണകർത്താക്കളും സമൂഹവും ഇല്ല എങ്കിൽ ഏത് ആശയത്തിൻ്റെ കീഴിലാണോ, ഏതൊക്കെ ആദർശത്തിൻ്റെ കീഴിലാണോ, പ്രിൻസിപ്പിളുകളുടെ കീഴിലാണോ ഈ അസബിയെ രൂപപ്പെടുത്തിയത്, ഈ പറയുന്ന ഗ്രൂപ്പ് സോൾഡാറ്റ് രൂപപ്പെടുത്തിയത്, അത് ഈ പറയുന്ന നാഗരികതയുടെ ഉച്ചസ്ഥായി നിൽക്കുന്ന സാഹചര്യത്തിലും അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പതനത്തിനുള്ള തുടക്കമായി മാറുന്നു എന്ന് പറയുന്നു. അപ്പോൾ പിന്നീട് നാഗരികത എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളുടെ, നേരത്തെ പറഞ്ഞ വിഷയങ്ങളുടെ അഭാവം അതൊരു നാശത്തിലേക്കും പതനത്തിലേക്കും കാരണമായി മാറുന്നു. ഈ തരത്തിലേക്കുള്ള സൈക്കിൾ തിയറിയാണ് അദ്ദേഹം അസബിയ തിയറി എന്നതിനോടൊപ്പം തന്നെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത. അതിൻ്റെ കൂടാതെ തന്നെ അദ്ദേഹം എപ്പോഴും ഈ മനുഷ്യൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഖലീഫ എന്ന് പറയുന്ന, ഖിലാഫത്ത് എന്ന് പറയുന്ന ചിന്തയെ കൂടുതൽ മുന്നോട്ട് വെക്കുന്നതായി ഈ ഒരു ഭാഗത്ത് പറയാം. അതായത് ഖിലാഫത്തിൻ്റെ രീതിയിലാണ് ആ ആശയം നിലനിർത്തുന്ന തരത്തിലുള്ള ഭരണ സംവിധാനമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് നീതിപൂർവമായ ഒരു സാഹചര്യം രൂപപ്പെടുകയും ആ ഒരു സൊസൈറ്റിക്ക് കൂടുതൽ കാലം നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ അരിസ്റ്റോക്രസി ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വികാസമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവർക്കിടയിൽ അരിസ്റ്റോക്രസി രൂപപ്പെടുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിള്ളലുകൾ സമൂഹത്തിൽ രൂപപ്പെടുവാനും കാരണമാവുകയും അധികാര വിഘടനം ഉണ്ടാവാനും അത് വിഘടനത്തിലേക്ക് നയിക്കുവാനും അത് കാരണമായി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഖിലാഫത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ പറയുമ്പോൾ അദ്ദേഹം ഇമാം ഗസാലിനെ പോലുള്ള, ഇമാം അൽ മാവർദീനെ പോലുള്ള മുൻകാല പണ്ഡിതന്മാരുടെ ചിന്തയെ മുന്നോട്ട് വെക്കുന്നതായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പറയുന്നത് ഖലീഫ എന്ന് പറയുന്നത് ശരിയ നടപ്പിലാക്കുക, അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് ഖലീഫയ്ക്കുള്ളത്. അതല്ലാതെ ഒരു സൊസൈറ്റിയിലെ വിവിധ വിള്ളലുണ്ടാക്കുന്ന കാരണങ്ങളെ ഇല്ലാതാക്കുക എന്നത് മാത്രമല്ല, ശരീഅത്തിൻ്റെ സംരക്ഷണവും അതിനെ നിലനിർത്തലും അതിനെ നടപ്പിലാക്കലിൻ്റെയും കൂടി ഉത്തരവാദിത്തം ഖലീഫയ്ക്കാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ശരിയെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണയും വ്യക്തമായ ബോധവും നീതിയെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ ബോധവും മാനസിക ശാരീരികമായിട്ടുള്ള നല്ല ആരോഗ്യാവസ്ഥയും വിവിധ മാനുഷിക സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന്, അതായത് ഒരു നല്ലൊരു ഭരണത്തെ മുന്നോട്ട് നയിക്കാൻ
അതിൽ വിള്ളലുണ്ടാക്കുന്ന വിലങ്ങ് തടയാവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് സുരക്ഷിതനായി മാറുന്ന ഒരു ഭരണകർത്താവായി മാറണം. അങ്ങനെയുള്ള ഗുണങ്ങളുള്ള ഒരാൾക്കാണ് ഖലീഫയായി മാറാൻ കഴിയുക എന്ന് അദ്ദേഹം ഈ ഖലീഫയുടെ ഗുണഗണനകൾ വിശദീകരിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ്, നേരത്തെ വിശദീകരിച്ചതുപോലെ ഈ ശരീഅത്ത് നടപ്പിലാക്കുവാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരാൾക്ക്, അതായത് ശരീഅത്തിനെതിരെ ജീവിക്കുന്ന ഒരാളെ മാറ്റുവാൻ, അധികാരത്തിൽ നിന്ന് മാറ്റുവാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഖലീഫയ്ക്ക് ജനങ്ങളുടെ ആ കമ്മ്യൂണിറ്റിയുടെ താൽപ്പര്യപ്രകാരം അദ്ദേഹത്തിൻ്റെ ഉത്തരാധികാരിയെ നിയമിക്കുവാൻ, നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് കൺസെൻറ്റ്, ജനങ്ങളുടെ താൽപ്പര്യത്തെ ഇദ്ദേഹം ഇവിടെ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഭരണകർത്താവിക്ക് തനിക്ക് തോന്നും വിധം ഒരാളെ തിരഞ്ഞെടുക്കുക എന്നതിൻ്റെ അപ്പുറം ജനങ്ങളുടെ താൽപ്പര്യവും കൂടി ഒരു നോമിനേഷൻ ചെയ്യുന്നതിൽ പ്രധാനമായി മാറുന്നു എന്നാണ് ഇബ്നു ഖൽദൂൻ്റെ ചിന്തയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ ഇബ്നു ഖൽദൂൻ അദ്ദേഹം വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എപ്പോഴാണ് തകർച്ചകൾ സംഭവിക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഒരു ഉള്ളിൽ തന്നെയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് തകർച്ച സംഭവിക്കുന്നത്. പലപ്പോഴും മുസ്ലിം സൊസൈറ്റിയിലെ ആധുനികമായ ചർച്ചകളിൽ എപ്പോഴും എക്സ്റ്റേണൽ ഫാക്ടറിനെ, പുറത്തുള്ള ആൾക്കാരുടെ, പുറത്തുള്ള ശക്തികളുടെ കൈകടത്തലുകൾ മുസ്ലിം സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് അധികാരം നഷ്ടപ്പെടുകയും മുസ്ലിം സൊസൈറ്റി തകർന്നടിയുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ചിന്ത എപ്പോഴും മുന്നോട്ട് വെക്കാറുണ്ട്. എന്ന ചിന്തയ്ക്കപ്പുറം, ഇതിനപ്പുറം ഇബ്നു ഖൽദൂൻ മുസ്ലിം സൊസൈറ്റിയിൽ തന്നെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു സൊസൈറ്റിയുടെ, അതായത് ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള, ശരീഅത്തിനെ പാലിക്കാത്ത, ഗ്രൂപ്പ് സോൾഡാറ്റ് നിലനിർത്താൻ പറ്റാത്ത ഒരു സമൂഹത്തിൽ സ്വാഭാവികമായും ഒരു പതനം അനിവാര്യമായി മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു മനുഷ്യന് വയസ്സാവുക എന്നതുപോലെ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണഗണങ്ങളുടെ അഭാവം ആ ഒരു സൊസൈറ്റിയുടെ പതനത്തിനും സ്വാഭാവികമായും അനിവാര്യമായി മാറുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഇബ്നു ഖൽദൂൻ്റെ ചിന്തയെ നമുക്ക് ചുരുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്വാഭാവികമായ ഒരു ആദ്യത്തെ ജനറേഷൻ ആ ഒരു സൊസൈറ്റിക്ക് വേണ്ട അനിവാര്യമായ ഘടകങ്ങൾ സ്ഥാപിക്കുന്നു. പിന്നീട് വരുന്ന സൊസൈറ്റി ആ പറയുന്ന അധികാരത്തെ നിലനിർത്താനും ഭദ്രമാക്കാനും ശ്രമിക്കുന്നു. പിന്നീട് വരുന്നത്, അതായത് ഭദ്രമായ ഒരു സാഹചര്യത്തിൽ നല്ലപോലെ നിലനിൽക്കുമ്പോൾ മൂന്നാമത് വരുന്ന ഒരു ജനറേഷൻ, ഒരു തലമുറ വേണ്ട രീതിയിൽ ഈ ഒരു ഭദ്രതയെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, വേണ്ട രീതിയിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ സമൂഹത്തിന് വേണ്ട രീതിയിലുള്ള ക്ഷേമ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായും പതനം അനിവാര്യമായി മാറുന്നു എന്ന് ആണ് ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വിശദീകരിക്കുന്നത്. ഈ ഒരു തരത്തിൽ ഒരു സൊസൈറ്റിയുടെ പരിഷ്കാരത്തിനും ഒരു സൊസൈറ്റിയുടെ ഉത്ഥാനത്തിനും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ പതനത്തിൻ്റെയും കാര്യങ്ങൾ ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ തന്നെ കൂടുതൽ ആഴത്തിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണെങ്കിലും ശരീഅത്തിൻ്റെ പ്രസക്തിയാണ് ഇബ്നു ഖൽദൂൻ മൊത്തത്തിൽ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ തൗഹീദ് എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാമിൻ്റെ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഖിലാഫത്തിൻ്റെ ഒരു അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ ഖിലാഫത്തിൻ്റെ അനിവാര്യതയെ സംസാരിക്കുമ്പോൾ ഖലീഫയ്ക്കുള്ള ഗുണഗണങ്ങൾ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് നല്ല രീതിയിലൊരു ഭരണ സംവിധാനം നിലനിർത്താൻ കഴിയൂ എന്ന് അദ്ദേഹം വിലയിരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു സൊസൈറ്റിക്ക് വേണ്ട രീതിയിലുള്ള ഗ്രൂപ്പ് സോളിഡാരിറ്റി രൂപപ്പെടുക എന്ന് പറയുന്നത്. ഇതിനെയാണ് അസബിയ എന്ന ചർച്ച കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന നല്ലൊരു നാഗരികതയിലേക്ക് എത്തുകയും എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ വേണ്ട രീതിയിൽ ഭരണ സംവിധാനം നിലനിർത്താൻ കഴിയാതെ വരികയും
അതിൻ്റെ ഭദ്രതയ്ക്ക് കോട്ടം തട്ടുകയും അടിസ്ഥാനങ്ങൾ തന്നെ പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ പതനം അനിവാര്യമായി മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെയാണ് സൈക്കിൾ തിയറി എന്ന് വിശദീകരിക്കുന്നത്. ഈ തരത്തിൽ ഷെയ്ഖ് ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ അദ്ദേഹം തന്നെ ഉള്ള ബർബർ സൊസൈറ്റിയിലെ ബർബർ ഗോത്രവർഗക്കാരുടെ ജീവിത രീതിയും അതുപോലെ തന്നെ തുനീഷ്യയിൽ നിന്ന് അന്തുലുസിലെയും കെയ്റോയിലും അടക്കമുള്ള നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തെ മുസ്ലിം ഭരണകൂടങ്ങളുടെ ലൈഫ് നേരിട്ട് കണ്ടറിഞ്ഞ, അവരുടെ ഉത്ഥാനവും പതനവും നേരിട്ട് കണ്ടറിഞ്ഞ, അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ശക്തമായി ഇടപെടാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ് ഇബ്നു ഖൽദൂൻ്റെ ഈ ചിന്തകൾ. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തെ, അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളെ അന്നത്തെ ആ സാഹചര്യത്തോട് ചേർത്ത് എന്തു തന്നെയാണെങ്കിലും ഈ ഒരു സൊസൈറ്റിക്ക് രൂപപ്പെടേണ്ട, സൊസൈറ്റിയുടെ ഭദ്രത നിലനിർത്തേണ്ട ആവശ്യകതകൾ വിശദീകരിക്കുന്ന ഭാഗങ്ങളിൽ ആ ഒരു അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് യൂറോപ്യൻ നവോത്ഥാനത്തിന് പോലും അവരുടെ ഒരു വികാസത്തിനും വ്യാപനത്തിനും ഇബ്നു ഖൽദൂൻ്റെ ചിന്തകൾ ഒരു വഴിവിളക്കായി മാറിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.